ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ അജാസിനൊരു സർപ്രൈസ് ഗ്രൂം ടു ബി നടത്താൻ പോവുകയാണ്. അപ്പോൾ ആക്ച്വലി അവൻ പിന്നെ പിക്ക് ചെയ്യാൻ വരും. ഞങ്ങൾ വേറൊരു ഷൂട്ടിന് പോകണം. അപ്പോൾ ആ ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. ഓക്കെ, അപ്പോൾ ഷാനുമാണ് ഇതിൻ്റെ പ്ലാൻ ഹെഡും ഗിഫ്റ്റും കേക്കൊക്കെ മേടിക്കുന്ന പരിപാടി അവളാണ് ഏൽപ്പിച്ചേക്കണത്. അപ്പോൾ നമ്മളവിടെ ഷൂട്ടുണ്ട് പോയിട്ട് പുറത്തേക്ക് പോയി നടക്കണം. അപ്പം നമ്മൾ വേറൊരു ഷൂട്ടും കൂടി ഉണ്ട്, അപ്പോൾ അത് വേറൊരു ലൊക്കേഷനിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളവനെ സ്പോട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഷൂട്ട് ജസ്റ്റ് എടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അഫ്രുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ അഫ്രയും ഷാനും ഒക്കെ എന്താ ചെയ്യുന്നത് നമുക്ക് പോയി നോക്കി നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ അജാസിൻ്റെ കല്യാണമായിട്ട് നമ്മൾ അജാസിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊരു ഗോൾഡ് കോയിനാണ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അഫ്രയും അസ്ലമൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയി വാങ്ങാം. സോ നമ്മളൊരു ഗോൾഡ് കോയിനാണ് വാങ്ങാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ അജാസിന് വേണ്ടി നമ്മളൊരു കേക്ക് വാങ്ങിക്കാൻ പോവാണ്. ഇതൊക്കെ എടുത്തോണ്ടിരിക്കുക വേണ്ടേ? ഇനിയിപ്പോ എടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലോ. ഇതെടുത്താലോ നമുക്ക്? ഞാൻ പറയണേ ഗൈസ്. അപ്പോൾ അജാസിന് നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങി. ഇനി നമുക്കൊരു കേക്ക് വാങ്ങാം. അവരെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിലെ ഏത് കേക്ക് ഇഷ്ടപ്പെട്ടത്? ഇത് ഷാനു. ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ നമ്മളിന്നൊരു ഷൂട്ടിന് പോവാണ്. അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. നമ്മൾ അജാസാണ് നമ്മുടെ മെയിൻ ക്യാമറമാൻ. അവിടെ നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് പറയൂ അജാസ്. ഹലോ. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും അഫ്രയുടെ വീട്ടിലേക്കാണ് പോകുന്നത് ഷൂട്ടിന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേറൊരു ഷൂട്ടുണ്ട്, നമ്മൾ പുറത്താണ് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ ആദ്യം അഫ്രയുടെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, അഫ്ര എത്തി ഗൈസ്. ലേറ്റ് ആയിട്ടാണ് വന്നത്. ലേറ്റസ്റ്റ് ആയിട്ടാണ് അവർ വന്നത്. ആ ചായ കുടിച്ചിട്ട് എവിടേക്കാ ചിപ്സ് ആയിട്ട് വന്നൊക്കെയാണ്. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യം തന്നെ മബ്രൂക്ക്. എന്തിനാ മബ്രൂക്ക് എന്നാ? വൈഫ് പ്രഗ്നന്റ് അല്ലടോ. നമ്മളിപ്പോഴേ കാണുന്നത്. അതെന്താണ് സെറ്റപ്പ് ലൈഫിൽ നിനക്കുള്ളത് ഇപ്പം? അതെന്തുകൊണ്ടാ? നാട്ടിൽ പോയിട്ട് ഈദർ അക്കാഡമിയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് അവിടെ ഏവിയേഷൻ പഠിച്ചു. 1 ഇയർ ഡിപ്ലോമ കോഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ലോജിസ്റ്റിക്കിന്റെ കോഴ്സ് ഉണ്ട്, അത് 6 months ആണ്. പിന്നെ നമുക്ക് തുറക്കാൻ പറ്റും. മിനിറ്റ്, ഒരാൾ കൂടി വരാണ്ട്. ആൾക്കാർക്കില്ലോ കൊറേ പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരൊക്കെ എത്തിയെന്നുള്ളത് എനിക്കറിയില്ല. ഇവർക്ക് ടാക്സി കിട്ടണ്ടേ? അതെ അതെ അതെ. എടി ഗ്രൂം ട്യൂബിടെ കണ്ടിട്ടില്ലേ? സിംഗിൾ ലൈഫിൽ നിന്ന് എന്താ റിലേഷൻ കല്യാണം കഴിഞ്ഞൊരു എക്സ്പീരിയൻസ് പറഞ്ഞു കൊടുക്കുക ഈ അവസരത്തിൽ. കഴിഞ്ഞിട്ട് 10 ദിവസമായിട്ടുള്ള പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഉണ്ട് എക്സ്പീരിയൻസ്. ഞാനൊരു പ്രൊഡ്യൂസർ ആയിരിക്കുകയാണ്. അയ്യോ, നമ്മള് ഇവന്റെ ആ സ്പാർക്കിൽ കളയല്ലേ? അയ്യോ,
അതെന്താ അവിടെ ഒരു അവന്റെ കണ്ണിലെ പ്രകാശം കണ്ടില്ല തിളങ്ങുന്നു. എന്തുകൊണ്ടാണ് ബിസ്ക്കറ്റ് ചൂസ് ചെയ്തത്? കഴിഞ്ഞ 2 ദിവസമായിട്ട് ടുട്ടുവിന്റെ വീട്ടിൽ അവൻ ഫുള്ള് ബിസ്ക്കറ്റ് ആയിരുന്നു. എന്തുകൊണ്ട് ബിസ്ക്കറ്റ് ചൂസ് ചെയ്തത്? അല്ല എന്റെ ഫേവറേറ്റ് അതെ ഞങ്ങൾ പ്രീമിയം അയ്യോ അതെടുക്കാൻ മറന്നു. പ്രത്യേകിച്ച് വാങ്ങാൻ കിട്ടൂല. അതെ 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 കൈക്ക് മേടിച്ചിട്ട് കത്തി മേടിച്ചില്ല. കൈസ് കത്തി മേടിച്ചില്ലേ? ഫുൾ പ്ലാൻ ചെയ്ത് വരാം. 5:30 പ്ലാൻ ചെയ്ത് ഇപ്പോ എത്രയായി? 7 o'clock അല്ലേ? 7 o'clock ആയി. എന്ത് ചെയ്യാനാ നോക്കണേ. ഞങ്ങള് ഷൂട്ടിലാകാക്കുക. ടാക്സി കിട്ടി എത്തണ്ട ഇങ്ങട്. ഇതുകൊണ്ട് നോക്ക്. ഇതാണ് കുറച്ചുകൂടി ഷാർപ്പ്. അതെ അതൊരു കത്തി രൂപത്തിലോട്ട് നീ മാറ്റണം. സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അത് കട്ട് ചെയ്തോ. ആ ഞങ്ങളെല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാരും ഉണ്ട് ഇവിടെ. പാട്ട് പാടുന്ന അറിയില്ല. അതെന്തിനാടി? അതല്ലേ പാട്ട്, കല്യാണപ്പാട്ട്. ചങ്കും നീ അടുത്തത് കട്ട് ചെയ്തോ? പ്രൊഫഷണൽസ് കട്ട് ചെയ്യും. അതെ ബുദ്ധിയുള്ള ആള്, മെയിൻ ആള്. സ്ക്വയർ ആക്കി കടി. അത് നമ്മള് പോകുമ്പോ ഞാൻ വൃത്തിയാക്കും. അതേതാ ചെരുപ്പ്? പുതിയാണല്ലോ. ക്രോക്സില് എപ്പൊക്കെ ഓഫർ ഉണ്ട്? നിങ്ങളിപ്പോ വെള്ളയും വെള്ളം ഇട്ടിട്ട് വരുന്നുണ്ട് 2 അല്ല മോനെ, നിങ്ങൾ കാത്തിട്ടാണോ ഞങ്ങൾ നിന്നത്? എന്താ പാട്? വെള്ളയും വെള്ളം ഇട്ട് ഇറങ്ങിക്കാൻ അപ്പുറത്താടാ ഓഫീസ്. പറഞ്ഞൂടെ കേക്ക്. ഞാനല്ല പള്ളി പോകില്ലേ? ആ 100-ന്റെ ഒക്കെ അപ്പുറത്തെ ആ ഒരു സൈഡ്. അജാസേ ഫാമിലി കേക്ക് കൊടുക്ക്. കേക്ക് കൊടുക്ക്. അങ്ങോട്ട് നോക്കിയാ സാല, ഇങ്ങോട്ട് നോക്കിയാ കഴിച്ചു വന്നിക്ക. എന്താ കഴിക്കുമ്പോ നല്ല വൃത്തിയുടെ പറയ്. ഷാനു ആരാന്ന് അതായിരിക്കണം. ഓക്കെ ഈ നേരം വഴിക്ക് വന്നേലും എന്താ നിങ്ങക്ക് പറയാനുള്ളത്? പുതിയ ടീഷർട്ട് ഒക്കെ കയറിണ്ടല്ലോ. ആ മിസ്സായിട്ടുണ്ട്. പിന്നെ ആ മോളത്തെ ഇത് മാത്രം കൊടുക്കുന്നുണ്ടോ? നേരം വഴിക്ക് വന്നതിൽ പറ്റിയിട്ട് എനിക്ക് എന്താ പറയാനുള്ളത്? ഈ എന്താ ഫോൺ വിളിച്ചെടുക്കാഞ്ഞ്? ഞാൻ സംഗതി വെള്ളിയാഴ്ച അത്രയിലോ പേരില്ലാത്ത നമ്പർ എടുക്കൂല. ഞാൻ ഏത് നമ്പർ എടുക്കും, പക്ഷെ ഞാൻ ഫുൾ ടൈം ബിസിയാ. നന്നായി. ഇനി ഒന്നും പറയാനില്ല. എല്ലാരും നോക്കൂ. ഒരാളിത് കൊടുത്തോ? മാത്രം വെറുതെ നിക്കണ്ട. ഇതോണല്ലേ? അതുകൊണ്ടല്ലേ അതെ അതെ. കല്യാണാണ്. ഞങ്ങളിത് സമർപ്പിക്കാൻ ഷോ എന്റെ വീഡിയോ ഒക്കെ ദൂരം.
ബുദ്ധിമുട്ടി. കാണാൻ പറ്റുമോ? ചെറിയൊരു സമ്മാനം. അതെ, വളരെ താങ്ക് യു ഗൈസ്, താങ്ക് യു. ചെയ്യണം ഇതൊന്നും ഉറച്ചു നോക്കണം. ജാസിന് ആദ്യ ടാസ്ക് ഒരു 2 വരി പാട്ട് പഠിപ്പിച്ചാലോ? ആര് പറ്റി പറയാം. ആദ്യ ടാസ്ക് ഭാര്യ ആമിനുവിനെ കുറിച്ച് 2 വാക്ക്. ഇത് അവൾക്കുള്ളതാ? 2 വാക്കോ? ഇത് അവൾക്ക് കൊടുക്കണോട്ടെ, നീ എടുക്കരുത്. ഇത് മാത്രം ഞാൻ കൊടുക്കും. പറയൂ. പാട്ടാ? ആദ്യം പാട്ട്, പിന്നെ ആദ്യം ഇത് പറയും. എന്താ പറയാ ഇപ്പൊ അതിന്? 2 വാക്ക്. 2 വാക്ക്. നല്ലൊരു കൊച്ചാണ്. ഇതൊക്കെ അവള് കാണൂട്ടാ. നല്ലൊരു കൊച്ചാണ്. അൽഹംദുലില്ലാ, എനിക്ക് കിട്ടിയ സന്തോഷമുണ്ട്. സത്യം. ഇല്ല, അൽഹംദുലില്ലാ, ഞാനായിട്ട് സെറ്റായി പോകുന്ന ഒരാളാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാ സെറ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അനി അത് മനസ്സിൽ വെച്ചിട്ട് 2 വരി പാട്ട്. പാട്ടോ? അതൊക്കെ പാടും, അല്ലെങ്കിൽ തിരിച്ചെടുക്കും സാധനം. പാട്ട് കളിച്ചില്ല. അതെ, എനിക്ക് ആ പാട്ടില്ല, വരി പോലും അറിഞ്ഞൂടാ. ഒരു കൊടുത്തേ അവന് നോക്കി പാടട്ടെ. പാട്ട്. അതെ, ശരിയാ. ലിറിക്സ് ഏത് പാട്ടാണ് നീ പറയും? ഏതാ പാട്ട്? ഏത് പാട്ടാണ് നീ പറയും? അതിന്റെ റിലിക്സ് ഞങ്ങൾ എടുത്തു തരും. ആ, പാട്ട് വേണോ? ആ പാട്ട് വേണം. ഒന്നും വരുന്നില്ല. അങ്ങനെ സെറ്റാത്തില്ല. അത് പോരട്ടെ, ആ ഉള്ളിലുള്ള കലയും കൊല്ലൊക്കെ പോരട്ടെ. കൊല വേണ്ട. അല്ല, പാട്ട് നിങ്ങളൊരു പാട്ട് വേണം, ഞാൻ അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. സാധനം പാട്ട് പറയും. നെഞ്ചാകെ നീയല്ലേ. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റാവുന്ന എനിക്കറിയാം. അതെ, ഇത് ആമിനുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞങ്ങൾ. അത് വേണോടാ? കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഇത് കേട്ടിട്ട് പറയാം, എനിക്ക് വേണ്ട. നടക്കൊന്നുമില്ല. അതെന്താ നടക്കാത്ത? ലിറിക്സ് എടുത്ത് കൊടുക്കണ ആരെയല്ലോ. ആ, കിട്ടി. ഇതെന്താണ് എന്റെ ലിറിക്സ്? എന്റെ അമ്പിളിയിലെ പാട്ട്. അതന്നെ. അതെ, ഇന്ന് മുതൽ പനിയൊക്കെ ആയതുകൊണ്ട് പനിയുടെ ത്യാഗം സഹിച്ചിട്ടാണ് നീ പാടുന്നത്. അതിന്റെ എഫക്ട് കൂടും. അപ്പൊ ഒരു നാൾ പൂത്തിടും, അതിൽ നമ്മളൊന്ന് ചേർന്നിടും. സോറി, പോരെ സാധനം പോരട്ടെ. മൈക്ക് വെക്കായിരുന്നു, പാട്ട് കിട്ടുന്നുണ്ട്. ഉറക്കനെ പഠിക്കോ? ഇതിന്റെ ലിറിക്സ് ഒന്ന് പഠിച്ചിട്ട് പാടി പറയടാ. ഒരു 2 സെക്കൻഡ് സമയം മതിയോ? ഒരു 2 മിനിറ്റ് അറിയോ? അപ്പൊ തുടക്കല്ലേ വീഡിയോയുടെ പിന്നിലുള്ള ആ കൈകൾ, അതാണ് അവൻ. ഇത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഡയലോഗ് എല്ലാരും കൊടുക്കാനുള്ളത്. കൈ പിടിച്ചാൽ മതി. ഓക്കെ, അജാസ് എന്തായി? ഒന്നുമില്ല, അത് നിങ്ങൾ കഴിഞ്ഞിട്ടില്ല. അടുത്ത ഒരു ടാസ്ക്. അതെ, എന്നാ പിന്നെ മറ്റേ എന്താ അത് പറയും. ഞാൻ അതുപോലെ അറിയണം. അപ്പോ നവവരൻ അജാസിനെ പറ്റി എല്ലാവരും 2 വാക്ക് പറയേണ്ടതാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ തനു. എനിക്കൊന്നും പറയാനില്ല. അജാസിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ഈ ഒരു വ്ളോഗർ ഗ്രൂപ്പിൽ പെട്ടതല്ല. എൻ്റെ ഭാര്യയാണ് വ്ളോഗർ. അപ്പോൾ പുള്ളിക്കാരിക്ക് ഉള്ളൊരു നിങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ വന്ന ആ ഒരു ഇതിലാണ് ഞാൻ അജാസിനെ പരിചയപ്പെടുന്നത്. വളരെ നല്ലൊരു ജോളിയായിട്ടുള്ള ഭയങ്കര എപ്പോഴും ഒരു എന്താ പറയുക, ഒട്ടും ഒരു നമുക്കൊരു ഗ്ലൂമി ആയിട്ടിരിക്കണമെന്ന് നമുക്ക് കാണാനേ പറ്റില്ല അജാസിനെ. അത്രക്കൊരു എനർജറ്റിക് ആയിട്ടും എല്ലാ വർക്കിനും ഇവരെല്ലാവരെയും സഹായിക്കുന്ന ഇപ്പം അജാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു വളരെ നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള
അജാസിന് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കിട്ടോ. ഓക്കെ ഓക്കെ. ഞങ്ങളുടെയൊക്കെ വീഡിയോയിലെ പിറകിലുള്ള ആ മഹാവ്യക്തിയാണ് അജാസ്. അജാസിനെ പോലത്തെ കുറെ ആൾക്കാരുണ്ട്, എന്നാലും അജാസ് അവൾക്ക് ഒരു വീഡിയോ പറഞ്ഞൊന്ന് കട്ട് ചെയ്ത് അജാസിനെ പോലെ കുറെ അങ്ങനെയല്ലോ. ഒരാളെ പറയുമ്പോ ബാക്കിയുള്ള ക്യാമറമാർ പറയും അപ്പൊ ഞങ്ങളോ എന്നുള്ള ക്വസ്റ്റ്യൻ വരില്ല. അപ്പോൾ വളരെ നല്ല വ്യക്തിയാണ്. എൻ്റെ ഒരു ബ്രദറിനെ പോലെ തന്നെയാണ് എനിക്ക് അജാസ്. നിന്നെ പോലെയാണ് എല്ലാവരും. നിനക്കവിടെ ക്യാമറ ഉള്ളതല്ലേ പ്രശ്നം. അപ്പോൾ അവന്റെ ലൈഫിലെ എല്ലാ ആശംസകളും ഞാൻ നേടുന്നു. ഇതോടെ അവന്റെ ജീവിതത്തിൽ ഉയരങ്ങൾ എത്തിക്കട്ടെ. ഒരു 5-6 കുട്ടികളൊക്കെ ഉണ്ടാവട്ടെ. അങ്ങനെ ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളിപ്പോ കണ്ടതേ ഉള്ളൂ, പക്ഷെ നല്ലൊരു വ്യക്തിത്വത്തിനോട് വളരെ നല്ല ഇന്നസെന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പറഞ്ഞു കേട്ടിട്ടുള്ളൂ, പക്ഷെ കാണാൻ സാധിച്ചു. കാണാൻ സാധിച്ചപ്പോ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷമുണ്ടായി. എല്ലാം കൊണ്ടും ഈ വ്യക്തിക്ക് വേണ്ടിയാണ് നമ്മളിപ്പോ 2 മണിക്കൂർ നിന്നത്. അപ്പൊ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. ഹാപ്പി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയൂ. അജാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു വലിയ മനുഷ്യനാണ്. പിന്നെന്താ, അതെ, 5-6 പൊക്കോ. പിന്നെ അജാസിനെ ഞാൻ ഒമാനിൽ വന്നതിന് ശേഷം അസ്ലമുമായിയാണ് ഞാൻ അജാസിനെ പരിചയപ്പെട്ടത്. നല്ലൊരു ഫ്രണ്ടാണ്. അവന് നല്ലൊരു വീഡിയോഗ്രാഫറാണ്. ഒരുപാട് ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ട്. നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ ഒരുപാട് നന്ദി അജാസിനോട് അറിയിക്കുന്നു. ഒരുപാട് സന്തോഷം. ഓക്കെ, നീ പറയൂ. എന്നെ കൂടി വേറെ പറയണില്ല. കൈ പിടിച്ചാ പറയാം. അജാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങള് തമ്മിൽ സ്വന്തം ശവായ പൗതിക്ക് തന്നവനാണ്. അങ്ങനെ രണ്ടാളും കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ആ ശവായന്റെ പൗതി തിന്നാനും അവന് പുതിയ ആളെ കിട്ടിയത്. സങ്കടമുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, അടുത്തത് സാലി. ഇതന്നെയാണോ നിന്റെ മൈക്ക? അറിയില്ല, കൺഫ്യൂഷൻ ആയി. അജാസ് ഒരു സുഹൃത്ത് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു ബ്രദർ എന്ന് പറയാൻ എനിക്ക് ഇഷ്ടം. ഇവിടുത്തെ പോയിന്റ് നല്ലൊരു വ്യക്തിയാണ്, തങ്കക്കൂട്ടാണ്. പുതിയൊരു ലൈഫിലോട്ട് കടക്കാൻ പോവാണ്. എല്ലാവിധ ആശംസകളും. ഓക്കെ, നല്ലൊരു വ്യക്തി, നല്ലൊരു മനുഷ്യനാണ്. നമ്മുടെ അസ്ലമിന് കൈമാറാണ്. എന്താണ് താങ്കൾക്ക് അജാസിനെ കുറിച്ച് പറയാൻ? എനിക്ക് പറയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 എയർപോർട്ടിൽ വെച്ച് കാണുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ എൻ്റെ പാട് നോക്കി പോകുമ്പോൾ എൻ്റെ പിന്നാലെ വന്നിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തതാണ് അവൻ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വലിയ ഏതോ ഒരു എന്താ പറയുക കുറച്ചുകൂടി പ്രായം കൂടിയ ആളാണ്, നമ്മളായിട്ട് ഏജിന് മൂത്തതാണ്. അപ്പോൾ ഞാൻ ആ റെസ്പെക്റ്റ് കൊടുത്തിട്ടൊക്കെയാണ് സംസാരിച്ചിരുന്നത്. പക്ഷെ പിന്നെ അടുത്ത് വന്നപ്പോഴാണ് ഇവൻ നമ്മുടെ ഒരു വൈബിളുള്ള ആളാണ്, നമ്മൾ കൂടെ കൂടി കഴിഞ്ഞാൽ ലൈഫ് കളറാവുമെന്ന് എനിക്ക് തോന്നി. പിന്നീട് ഞാൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ ആദ്യം അവനെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ നമ്മൾ പല പദ്ധതികളും പല പരിപാടികളും, കാരണം എനിക്കും ഈ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ വ്ളോഗിങ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അജാസിനെ കിട്ടിയോണ്ട് എൻ്റെ ആ ഒരു പരിപാടി കുറച്ചുകൂടിയും വളർന്നു. കുറേ പേരൊക്കെ പരിചയപ്പെടാൻ പറ്റി, നിങ്ങളെപ്പോലെ കുറേ പേരെ കാണാൻ പറ്റി. അതായത് അഫ്ര, ഷാനു, അതേപോലെ തന്നെ മുജീബ് ക, അവരൊക്കെ സാലി, എല്ലാവരെയും പരിചയപ്പെടാനും കാണാനും അവരോടൊക്കെ വീഡിയോ ചെയ്യാനും അങ്ങനെ ചെയ്തിട്ടും എനിക്ക് കുറേ ചെറുതല്ലാത്തൊരു പേരും കാര്യങ്ങളും ആൾക്കാർ തിരിച്ചറിയണമുണ്ട്. അതിൽ അജാസിനോട് ഞാൻ എന്നും കടപ്പെട്ട ഒരാളാണ്. അപ്പോൾ എന്നെ ഇപ്പം ഞാനിവിടെ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് അജാസുകാരനാണ്. അതുകൊണ്ട് അജാസിനോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നത്. സാലി പറഞ്ഞ പോലെ ഒരു ജസ്റ്റ് ഒരു ഫ്രണ്ട് എന്ന് പറയാനായിട്ടും കൂടുതൽ സ്വന്തം ആരൊക്കെയാണ് നമ്മുടെ അജാസ്. ആ അജാസാണ് അടുത്ത മാസം കല്യാണം കഴിക്കാൻ പോണത്. അവനോട് ഡിസംബറിൽ എൻ്റെ കല്യാണമാണ് വരണം എന്ന് പറഞ്ഞു. അന്ന് അജാസിന്റെ കല്യാണം ഉറപ്പിച്ചിട്ടില്ല. അവൻ എന്നെ വെട്ടിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി കല്യാണം ഫിക്സ് ചെയ്ത് അവൻ ഫസ്റ്റ് കല്യാണം കഴിക്കാൻ പോവാണ്. അതിൽ എനിക്ക് ചെറിയ ധർമ്മസങ്കടം ഇല്ല, എന്തിനാ വെറുതെ. അല്ല, എനിക്ക് അറിയാം അജാസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനസാഗരമാണ്. ആ കാണുന്ന കടലുമാരിയാണ് അജാസിനെ പറ്റി പറയുമ്പോൾ ഓരോ വാക്കും. അപ്പോ എനിക്ക് പറയാനുള്ളത്, അതെ, ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അസ്ലമിന്റെ വോയിസിൽ ഞങ്ങൾ എല്ലാവരും ബീറോൾ കേട്ടതാണ്. അപ്പോ
എത്ര പറയാനുള്ളൂ? ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് അല്ല ഇവൻ പറഞ്ഞില്ലല്ലോ. അതെ, അവര് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളൂ. ഇനി അടുത്ത ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിൽ പോകാൻ പോണവര്. നീ പറയും ഇതൊക്കെ വേണം. രണ്ടും വേണം. അജാസ് എല്ലാരും കേട്ടോ. അജാസിനെ പറ്റി പറയുകയാണെങ്കിൽ അജാസ് നല്ലൊരു എന്താ പറയാ ലോയൽ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. നിങ്ങൾക്ക് അറിയണ്ടാവില്ല. എന്റെ ലൈക്ക് എല്ലാരടുത്തും നല്ലൊരു ഹെൽപ്പിംഗ് ആയിട്ട് എന്താ ആര് പെട്ടെന്ന് വിളിച്ചാലും ഓടിച്ചെല്ലാനും ഒക്കെ ഉള്ളൊരു ഫ്രണ്ടായിട്ടാണ്, ഒരു ബ്രദർ പോലെ തന്നെയാണ്. പിന്നെ എന്റെയും അതേപോലെ എനിക്ക് ചെറുപ്പം മുതലേ വ്ളോഗർ ആവണമെന്ന് ആഗ്രഹമാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് എന്നെയും മുജീബ് ഖാനെ അതേപോലെ അസ്ലം, അഫ്ര, ഫിദ, സലീം ഇവിടെയുള്ള ഇപ്പൊ നമ്മളൊരുവിധം എല്ലാവരും ഈ 2 ഒഴിച്ച് ബാക്കി എല്ലാവരെയും പരിചയപ്പെടാനും അതുപോലെ വ്ളോഗ് ചെയ്യാനും ഒക്കെ അവൻ ത്രൂ തന്നെയാണ് ഒരു നിമിത്തമായത്. അവന്റെ വീഡിയോസും കുറേയൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ അതില് ലൈക്ക് ഐ എം ഗ്രേറ്റ്ഫുൾ. പിന്നെ അതേപോലെ അദ്ദേഹത്തിന്റെ കല്യാണമാണല്ലോ, അതിന് വളരെ ഓൾ ദ ബെസ്റ്റ്. നന്നായി വരട്ടെ. കല്യാണത്തിന് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, പക്ഷേ ആ ഒരു കുറവ് ഇവിടെ നികത്തി തരണമെന്ന് വിനീതമായി അപേക്ഷിച്ചു കൊള്ളുന്നു. പിന്നെ എല്ലാം ഉഷാറായി വരട്ടെ. കല്യാണം കഴിഞ്ഞിട്ട് കാണാം. അടുത്തതായി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ദയവ് ചെയ്ത് അജാസ് പറയേണ്ടതാണ്. ഇനി നമുക്ക് അജാസിനെ വിട്ടുകൊടുക്കുകയാണ്. എങ്ങോട്ട് ഇനി നെക്സ്റ്റ് പ്ലാൻ ചെയ്യണമെന്നുള്ള അജാസിന്റെ ആ ഒരു എല്ലാരും കാത്തിരിക്കുന്ന നിമിഷം പാട്ടിലേക്ക് ബെസ്റ്റ് ഓഫ് ലക്ക്. എന്താ ഗൈസ് സമ്മതിക്കൂലല്ലേ നിങ്ങള്? പിടിച്ചേ എന്താ 2 വരി? നീ 2 വരി 8 വരി എനിക്ക് 4 വരി വന്നില്ലേ? ആരാധികേ മഞ്ഞുവീലും മണിയേ താളേറയാ കാത്തു നിന്ന് നീ എന്ന് പോകിലും അകലേറ്റുമാറ്റിലും ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞരികെ ഞാൻ വരാം. നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ള നിറയാം ഒഴുകി ഒഴുകിലാൽ ഇന്നും എന്നും ഒരു പുഴയിൽ ആരാധികേ. താങ്ക് യു. അത് വേണ്ട, അത് സിമ്പിളാ. അതൊക്കെ അതൊന്ന് പറഞ്ഞേ. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു, അങ്ങനെയല്ലേ? പത്മനാഭപുരത്ത് പച്ചത്തത്ത കുത്തിയിരുന്നു. അതല്ല, നീ പറഞ്ഞ പച്ചത്തത്തയുടെ ചത്ത കാര്യം പറഞ്ഞ. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പത്മനാഭപുരത്ത് അതല്ലേ ഞാൻ പത്മനല്ലേ? പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തിരുന്നു. ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ട്രൈ ചെയ്യും, ആർക്കും പങ്കെടുക്കാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കണം. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു, പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തുകുത്തിയിരുന്നു, പത്തനാപുരത്ത് 10 പച്ച ചത്തുകുത്തിയിരുന്നു. ആർക്ക് ധൈര്യമുണ്ട്? വേറെ ആരുണ്ട്? പത്തനാപുരത്ത് പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച ചത്ത് കുത്തിയിരുന്നു. ഒന്നും കൂടെ കേൾക്കണം. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തുകുത്തിയിരുന്നു.
പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്ത കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച ചത്ത പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്ത കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്ത കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച ചത്ത കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത പത്തനാപുരത്ത് 10 പത്തച്ചത്ത ചത്തു കുത്തിരുന്നു. പത്തനാപുരം എന്താണ്? പത്തനാപുരം. പത്തനാപുരത്ത് 10 പച്ച തത്ത പത്തനാപുരത്ത് 10 പത്തച്ചത്ത ചത്തു കുത്തിരുന്നു. 10 പച്ചത്തത്ത ചത്തു കുത്തിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തെറ്റി. പത്തനാപുരത്ത് 10 തത്ത ചത്ത് കത്ത്. അല്ലല്ല, പത്തനാപുരത്ത് പച്ച പച്ച തത്ത. പത്തനാപുരത്ത് എന്താണ്? പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്ത. എന്നെ കൊണ്ട് അവളെ കൊണ്ട് പറയിപ്പിച്ച ഷാമിനോട് പറയിപ്പിച്ചേ. പറ, നീ മാനം താക്കണം. നമ്മുടെ അവിടെ ഇങ്ങനെയല്ല പറയണേ. എന്തെന്നാ? പത്തനാപുരത്ത് 10 പച്ച പനത്തത്ത ഒത്തു ചത്ത് കുത്തി. പത്തനാപുരത്ത് 10 പച്ച പനത്തത്ത ഒത്തു ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് അങ്ങനെ പറയണേ. പത്തനാപുരത്ത് 10 പച്ച പനത്തത്ത ഒത്തു ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച പനത്തത്ത ഒത്തു ചത്ത് കുത്തിയിരുന്നു. പത്തനാപുരത്ത് പച്ച മതി മതി. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. 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 പത്തനാപുരത്ത് 10 തത്ത ചത്തു കുത്തിയിരുന്നു. പോടാ. ഇല്ല, എനിക്കറിയാം. എനിക്ക് എല്ലാ ടങ് ട്വിസ്റ്റും പറയാൻ പറ്റും. എന്ന് രാവിലെ നാക്ക് പഠിക്കും, പക്ഷെ ഇന്ന് ഞാൻ പല്ലയിച്ചിട്ടില്ല. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ചത്തത്ത. നിന്റെ മനസ്സിൽ ഇപ്പോഴും പാച്ചു പോയിട്ടില്ലേ? ഹബീബി പത്തനാപുരത്ത് 10 തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് ശ്വാസം മുട്ടിരിക്കില്ല. രണ്ടെണ്ണം പോലെ. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. 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 സാലി അന്നെ ഞാൻ മറന്നിട്ടില്ല. പത്തനാപുരത്ത് 10 ചത്ത. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്ത കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 ചത്ത ചത്ത കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 ചത്ത ഞാനല്ലേ ഫസ്റ്റ് പറഞ്ഞേ. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. പത്തനാപുരത്ത് 10 പച്ച കുത്തിയിരുന്നു. ഇപ്പൊ ശരിയല്ലേ? പത്തനാപുരത്ത് 10 പച്ച ചത്ത ചത്തു കുത്തിയിരുന്നു. ഞാൻ കൊല്ലുനി അല്ലെങ്കിൽ. ഓക്കെ, കഴിഞ്ഞു. അത് എളുപ്പമാണ്. താമസിക്കാൻ പറ്റാത്ത വീട്. മലയേക്കാൾ മുകളിൽ ചാടാൻ പറ്റുന്നത് ആർക്ക്? മല മല അത്രേ ഉള്ളൂ. മുകളിൽ ചാടാൻ പറ്റുന്നത് ആർക്ക്? ഞങ്ങള് ചിലപ്പോ ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. ഡോറബുച്ചില് വരാറുണ്ട്. മലയേക്കാൾ
ഒന്നുകൂടി പറ. മലയേക്കാൾ മുകളിൽ ചാടാൻ പറ്റുന്നത് ആർക്ക്? ആർക്ക്? ഡോറയുടെ പ്രയാണം കണ്ടവരാണെങ്കിൽ കുറുനരിയാണോ? കുറുനരിയല്ല. അല്ല ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ തന്നെ ആൻസർ ഉണ്ട്. അതിൽ തന്നെ ആൻസർ ഉണ്ട്. മലയേക്കാൾ മുകളിൽ മാപ്പാ അവരൊന്നല്ല. നിങ്ങളെ ക്വസ്റ്റ്യൻ മല തന്നെ. മലയേക്കാൾ മുകളിൽ ചാടാൻ മായക്കണ്ണനാണോ? ക്ലൂ അതിൽ തന്നെ ഉണ്ട്. അതിൽ ക്ലൂ തന്നെ ഈസിയാണ്. മലയേക്കാൾ മുകളിൽ ചാടാൻ പറ്റുന്ന ആർക്ക്? മനുഷ്യനാണോ? അല്ലല്ല. അതിൽ തന്നെ ഒരു ട്രിക്കി ആൻസർ ഉണ്ട്. മലയേക്കാൾ മുകളിൽ ചാടാൻ പറ്റുന്നത് പുൽച്ചാടി. ഓക്കെ, അറിയില്ല. അല്ല, മലയ്ക്ക് ചാടാൻ പറ്റില്ലല്ലോ. അപ്പൊ മലയൊക്കെ മുകളിൽ ആർക്കും ചാടാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ, ഇതേപോലുള്ള വ്യത്യസ്തമായ ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ഉണ്ടോ? അനക്കുണ്ടോ? സാനുവിനുണ്ടോ? ഉണ്ട്. പക്ഷെ അത് രണ്ടച്ഛനും മക്കളും അറിയോ നിനക്ക്? രണ്ടച്ഛനും 2 മക്കളും കാട്ടില് ഇങ്ങനെ മറ്റേ വെടി വെക്കാൻ പോയി, വേട്ടക്ക് പോയി. അവരെന്നിട്ട് പ്രാവിനെ വെടിവെച്ചു. വെടിവെച്ചപ്പോ 3 പ്രാവാണ് ചത്തു വീണത്. എന്തുകൊണ്ട്? പ്രാവ് മരിച്ചു. വെടികൊണ്ടാണ്. വെടികൊണ്ടാണ് ചത്തത്. രണ്ടച്ഛനും 2 മക്കളുമാണ് പോയത്. അവര് എല്ലാരും വെടിവെച്ച്, പക്ഷെ 3 ചത്തു വീണോളൂ. അല്ല, സൗണ്ട് കേട്ടപ്പോ ബാക്കിയൊക്കെ പറഞ്ഞു പോയി. അതെങ്ങനെ? വേറൊരു പ്രാവ് ഉണ്ടായിരുന്നു. 2 മക്കളും കാട്ടിപ്പോയി വെച്ചു. അവര് ഒരുമിച്ച് വെടിവെച്ച്, പക്ഷെ 3 ചത്തു വീണോളൂ. എന്തുകൊണ്ട്? 3 ചത്തു വീണു. അത് എന്തുകൊണ്ട്? അല്ല അല്ല, ഇത് കുസൃതിയേക്കാൾ ഉപരി നിങ്ങൾ കുറച്ചുകൂടി ചിന്തിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന്. ഒന്ന് ട്രിക്കായിട്ട്, ഐ മീൻ അതിൽ തന്നെയുള്ള ആൻസർ അല്ല. ആ ക്വസ്റ്റ്യൻ ഒന്ന് ചിന്തിക്ക്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശരിക്കും ചിന്തിക്ക്. രണ്ടച്ഛനും മക്കളും ക്ലൂ ഉണ്ട്. 2 അച്ഛനും 2 മക്കളും അതിലുണ്ട് ക്ലൂ. കഴിഞ്ഞ ആഴ്ച എന്നോട് ചോദിച്ചു, ഞാൻ കുറെ നേരം ഇങ്ങനെ ആലോചിച്ചു. രണ്ടച്ഛനും 2 മക്കളും വെടിവെച്ചപ്പോ 3 പ്രാവള വീണുള്ളൂ അല്ലേ? എനിക്ക് ആൻസർ അറിയില്ല. പ്രാവളന്നെ വീണ. ഇടയില് മാറിയിട്ടൊന്നുമില്ലല്ലോ. അച്ഛനും അമ്മയും അല്ല, അച്ഛനും മക്കളും ചിന്തിച്ചാൽ മതി. അതാണ് ഏറ്റവും. 2 അച്ഛനും 2 മക്കളും. മക്കൾ ചിലപ്പോ ഒരു ചെറിയ കുട്ടി ഉണ്ടാവും. 3 തോക്കേ ഉണ്ടാവുള്ളൂ. കുട്ടികൾക്ക് തോക്ക് കളിക്കാൻ കൊടുക്കണ്ട. എല്ലാരും വെടിവെച്ചു. പക്ഷെ ഉണ്ട് ഒരാളുടെ എല്ലാരും വെടിവെച്ചു. അതിന് പ്രാവ് എല്ലാവരുടെ തോക്കിലെ അതല്ലടി മണ്ടത്തി പ്രാവ് 3 ചത്തു വീണു പറഞ്ഞു. അത്ര പ്രാവ് ഉണ്ടാവുള്ളൂ അവിടെ. അവരെല്ലാരും വെടിവെച്ചതിൽ കൊണ്ട് അതെല്ലാം ചത്തു വീണു. പക്ഷെ 3 ഉള്ളൂ. ചിലപ്പോ പ്രഗ്നന്റ് ആയിരിക്കും. ഒരു പ്രാവ് 4 അപ്പൊ അല്ല, ഇതിലിപ്പോ എന്താ പ്രശ്നം? നമുക്ക് കാര്യം ചോദിക്കണത്. 3 പ്രാവ് വീണു. എന്തുകൊണ്ട്? വെടിവെച്ചില്ലേ? പിന്നെ എന്താ? 3 വീണോളൂ. എന്തുകൊണ്ടാ? 3 വീണോളൂ. 3 വീണോളൂ. 2 അച്ഛനും 2 മക്കളും പോയി. അവര് പോയി. എല്ലാവരും വെടിവെച്ച്, പക്ഷെ 3 പ്രാവേ വീണുള്ളൂ. അവിടെ കൊറേ പ്രാവ് ഉണ്ടായിരുന്നു. അവരെല്ലാരും വെടിവെച്ചത് അതിൽ കൊണ്ട് അറിയില്ലല്ലോ. ഞാൻ പറയാം. നിക്ക് ഒരു ക്ലൂ കൂടെ തരാം. അല്ല, ഒരു ക്ലൂ കൂടെ തരാം. ഇനി ക്ലൂ കൊടുത്തത് ആൻസർ ചോദിക്കണേ. അല്ല, അവര് ഒന്നും കൂടെ നോക്കട്ടെ. ഈ അച്ഛനും മക്കളുടെ എണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കിയാ നിങ്ങള്. 2 അച്ഛനും 2 മക്കളും. 2 അച്ഛനും 2 മക്കളും. ഒരച്ഛനല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അവിഹിതത്തിന് വേണ്ടി നിന്നെ ചവിട്ടി അപ്പുറത്ത് കിട്ടേ. 2 മക്കളും. 2 അച്ഛന്മാരോ?
ഏത് പരിക്കുരിശിലെ അച്ഛനാണോ അല്ല നിന്റെ പള്ളിയിലെ അച്ഛനാണോ? ചിലപ്പോ രണ്ടച്ഛൻ, മറ്റേ കുഞ്ഞച്ഛൻ, ചേട്ടച്ഛൻ. പഠിക്കുന്ന സമയത്ത് രണ്ടച്ഛനും 2 മക്കളും. നിങ്ങൾക്ക് നാളെ എന്താ എക്സാം? ബുധനാഴ്ച മിനിസ്ട്രിയിൽ എക്സാം. ടഫ് ക്വസ്റ്റ്യൻ ആണത്. അവരെ ഈ ക്ലൂ നോക്ക്. അച്ഛനമ്മമാരെയും മക്കളെ നിങ്ങൾ ചോദ്യം തന്നെ 10 മിനിറ്റ് ഉണ്ട് എന്റെ വീഡിയോക്ക്. 4 പേരുണ്ട് അവര്. നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് രണ്ടച്ഛനും 2 മക്കളും. ഞാൻ പറയാം. അല്ല വേണ്ട. ഈ ഒരു പറയട്ടെ. ഞാൻ പറയട്ടെ. 2 മക്കള് പൂച്ചടവും. ഇത് ഏത് യൂണിവേഴ്സ്? രണ്ടച്ഛനും 2 മക്കളും എന്നാ ഞാൻ പറഞ്ഞത്. രണ്ടച്ഛൻ എന്ന് പറഞ്ഞ ഒരു മുത്തശ്ശൻ, അതിന്റെ മോൻ, മനസ്സിലായ? ഗ്രാൻഡ് ഫാദർ, ഫാദർ, അതിന്റെ മോൻ. അപ്പൊ മുത്തച്ഛന് നോക്കുമ്പോ അപ്പൊ 2 അച്ഛന്മാരുണ്ടല്ലോ. പക്ഷെ ഒരാൾക്ക് ഒരു മോള്. മുത്തച്ഛന്റെ മോൻ, മോന്റെ മോൻ. അപ്പൊ 2 അച്ഛനും ഉണ്ട്, 2 മോനും ഉണ്ട്. പക്ഷെ 3 അച്ഛണ്ടല്ലോ. കുട്ടിയുടെ അച്ഛനതല്ലേ? 3 അച്ഛനില്ല, ആ കുട്ടിക്ക് അച്ഛനില്ല. അല്ല, അങ്ങനെയല്ല. ഇത് മുത്തശ്ശൻ, ഇത് അച്ഛൻ, ഇത് ഞാൻ. അപ്പൊ ഞാൻ നോക്കുമ്പോ 2 അച്ഛന്മാരുണ്ട്. മുത്തശ്ശൻ നോക്കുമ്പോ 2 മക്കളുണ്ട്. ഇപ്പൊ മനസ്സിലായി. ബുദ്ധിപരമായ ക്വസ്റ്റ്യൻസ് ഇത് മാത്തമാറ്റിക്സ് ആണോ ചോദിച്ചാൽ അല്ല, സയന്റിഫിക് ആണോ ചോദിച്ചാൽ അല്ല, അതുമല്ല. അങ്ങനത്തെ ഒരു ടഫ് സ്പോട്ടിലാണ് ഇരിക്കുന്നത്. മിനിസ്ട്രിയിൽ പോലും ഈ ക്വസ്റ്റ്യൻ ഇല്ല എന്നാണ് അവർ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല, ഏറ്റവും വയനാട്, പാലക്കാട്. ഏറ്റവും വലിയ ജില്ല പത്തനംതിട്ടയായിരുന്നു, അത് മാറ്റി ഇടുക്കി. പാലക്കാടായിരുന്നു. ഇടുക്കിയുടെ കുറച്ച് ഇത് ഏരിയ കൂട്ടിയതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അറിയിച്ചിട്ടില്ല. പിന്നെ ഏറ്റവും ചെറിയ ജില്ല നമ്മളിവിടെ വന്നതിന് ശേഷം അപ്പൊ നമ്മൾ നാട്ടുകാരെ അല്ല, ഏറ്റവും ചെറിയ ജില്ല ഏതാ? കാസർഗോഡ്, കണ്ണൂര്, ഞാൻ പറഞ്ഞത്. ആലപ്പുഴ പറയാൻ നിൽക്കുന്നത് അന്ന് വനമില്ലാത്ത ജില്ല. വനമില്ലാത്ത ജില്ല. ആ, ആലപ്പുഴ. യെസ്, യു ആർ റൈറ്റ്. എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ജനസംഖ്യ കൂടിയ ജില്ല. കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 14. യൂണിവേഴ്സിറ്റി ഇന്ത്യയിൽ എത്ര രാജ്യങ്ങളുണ്ട്? 27. അല്ല, സോറി, ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ്? ഇല്ല, ഇത് കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യനാ. 1 കോടിയാണോ 1 മില്യൺ ആണോ കൂടുതൽ? 1 മില്യൺ. 1 കോടിയാണ് കൊടുത്തത്. 1 മില്യൺ is 10 lakhs. നീ ഒരു വ്ളോഗറാണ്, നീ ഇതറിയണം. ആർക്കെങ്കിലും ഇതുപോലത്തെ ഉജ്ജ്വലമായ ചോദ്യങ്ങളുണ്ടോ? ഓക്കെ, മുതല് 100 വരെയില് എത്ര 5 ഉണ്ട്? 5, 10, 15, 20, 25. അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പറയണം. വേഗം പറ. 5. ഒരു 5. 95. 25. 25 100-ൽ എത്ര അഞ്ചുകൾ ഉണ്ടെന്നല്ലേ? 1 മുതൽ 100 വരെ. ഒരു അഞ്ചല്ലേ ഉള്ളൂ. ആ, ഒരു 5 11. 20. അതാണ് ആൻസർ. പറഞ്ഞേ, അതിന്റെ ഇത് വേണം. 10, 15. 10 5, 5, 15, 25, 35, 45, 50, 50, 50, 51, 52, 55 53, 54, 55. ഇത്രയും ബുദ്ധിയുള്ള നീ ഇവിടെ ഇരിക്കാണ്ട ആളല്ല. നീ വീഡിയോ അവളെ മുഖത്തേക്കല്ല എടുക്കണം, വേറെ എവിടേക്കൊക്കെ എടുക്കണം. ചോദ്യം ഞങ്ങൾക്ക് ഒന്ന് തിരിച്ച് നിന്നോട് ചോദിക്കാം. ഇത്ര ബുദ്ധിയില്ലാത്ത നീ എന്നോട്
ഓക്കെ ഗൈസ്, അടുത്തതായി സർവത്ത് കുടിക്കാം. ഇപ്പൊ നീ ആ ജാസിന്റെ ടാസ്ക് ഒന്നും നോക്കിയില്ലേ? ഇവിടെ ഞങ്ങളാണ് ഇപ്പൊ വെള്ളം കുടിച്ചത്, അവനല്ല. അവൻ കിടക്കണ നോക്ക് മത്സ്യകന്യ. അടുത്തതായി നമ്മൾ ഡംഷരാറ്റ്സ് കളിക്കാൻ പോവാണ് ഗൈസ്. ഡംഷരാറ്റ്സ്. ഓക്കെ, മിസ്റ്റർ അജാസ് സാബു, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അഭിനയിച്ച് കാണിക്ക്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇംഗ്ലീഷ് ആണോ മലയാളം? ഇവിടെ ശ്രദ്ധിക്കട ബിസിനസ് പിന്നെ ചെക്കൻ കഷ്ടപ്പെട്ടിട്ട് കൈ പിടിച്ചോ. അനന്തഭദ്രം. അതാണ്, പക്ഷെ അത് നന്നായിരുന്നു, പെട്ടെന്ന് കിട്ടി. പെർഫോമൻസ് കണ്ടതുകൊണ്ടാണ് അത്രയും പെട്ടെന്ന്. അതെ അതെ അതെ, അതിന് നമ്മള് പ്രത്യേക ഒരു കയ്യടി കൊടുക്കണം. ഞാൻ സിനിമ പേര് കൊടുക്കാം. എന്റെ ഒരു വെറൈറ്റി ഞാൻ എല്ലാവർക്കും ഇതാ കൊടുക്കാറ്. സാരമില്ലേ, കല്യാണമല്ല. ഒരു മാസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, മിസ്സായി. ഫുള്ള് പറയണം കേട്ടോ, മനസ്സിലായില്ലേ? ഫുള്ള് പറയണം കേട്ടോ. NAMM ഫുള്ള് വേണം കേട്ടോ. നീ കേട്ടോ? മലയാളം തന്നെയാണോ? പഴയ സിനിമ അറിയത്തില്ല. ലാസ്റ്റത്തെ ആണോ കാണിക്കണേ? ചുറ്റിക, മുറിക്കുക, യുവർ ഓണർ. യെസ് യുവർ ഓണർ. കോടതി സമക്ഷം. ലോയർ MA മലയാളം. ഞാൻ പറഞ്ഞ സിനിമ മനസ്സിലായില്ലേ? ലോയർ ലോര് വേറെ. ജഡ്ജി. ഓർഡർ. നിയമം. അത് ഇത് വ്യത്യാസം പിന്നല്ലാണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, അത് നിനക്ക് ഇങ്ങനെ ഒന്ന് മാറ്റാൻ പറഞ്ഞാൽ മതി. അത് വെച്ചോ, നിയമം എഴുതിക്കട്ടല്ലേ? ഇതിപ്പോ ലാസ്റ്റത്തെ ആണോ കാണിച്ചത്? നിയമമാണ് അവസാനത്തെ. അത് കഴിഞ്ഞിട്ട് രണ്ടു വാക്കുണ്ട്. ജീവിതത്തിൽ അതിട്ട് പടും. അല്ല, നമുക്ക് കേൾക്കൂല, അത് ഔട്ട് വരുമ്പോഴേ കേൾക്കൂല. മൂന്നാമത്തെയാണ് നിയമം. മുല്ലക്കാട്ടനല്ലോ. മുല്ലക്കാട്ടനാണോ? മുല്ലയാണോ? മുല്ല അത് പൂവാണോ? മുല്ല. മുല്ലപ്പെരിയാർ. അതെ, ഫിലിമിന്റെ പേരല്ലേ? ഫിലിം നെയിം അല്ലേ? മലയാള ഫിലിം അല്ലേ? ഓൾഡ് ഫിലിമാണോ പുതിയതാണോ? ഓൾഡ് ആയിരിക്കും. ഓൾഡ്. മുല്ലപ്പേര്, മുല്ലപ്പേ, മുല്ലപ്പ, മുല്ല, മുല്ലശ്ശേരി, മുല്ലശ്ശേരി മാധവൻ, നരേന്ദ്ര മക, മുല്ലശ്ശേരി മാധവൻ നായർ, മാധവൻ മകൻ നിയമം, മകൻ ഞാനല്ല പറ. മുല്ലശ്ശേരി മാധവൻ കുട്ടി LLB, MA നിയമം, MA മലയാളം, MA LLB മുല്ലശ്ശേരി മാധവൻ കുട്ടി മകൻ അച്ഛൻ. നിയമം. മുല്ലശ്ശേരി മാധവൻ കുട്ടി നിയമം.
പിയോ നിയമം പിയോ ചെറിയൊരു മിസ്റ്റേക്ക് ആണ് പഠിച്ചോക്കെ നിയമം പിയോന്നാണ് അനുമാനുവിന്റെ ഒരു പണ്ടത്തെ തല്ലിപ്പൊളി പടം ഈ മാതിരി പൊട്ടിയ പടക്കെ ഇവള് പോട്ടെ ക്യാമറ പിടിച്ചോട്ടെ എല്ലാവർക്കും അറിയാവുന്നൊരു കേട്ടിട്ടില്ല നിങ്ങള് ഫണ്ണി ആയിട്ടുള്ളതൊക്കെ നിന്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു? ഞാൻ അങ്ങോട്ട് കൊടുന്നു തന്നാലും ദിവസം പുതിയതാണ് പഴയതാണ് ഒറ്റ വാക്ക് മീഡിയാണ് മീഡിയം മലയാളാണോ? ഒറ്റ വാക്ക് ഒറ്റ വാക്ക് മീഡിയം. എത്ര അക്ഷരങ്ങൾ ഉണ്ടാവും? മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ്, ജയറാം, പൃഥ്വിരാജ്, മുകേഷ്, സുരേഷ് ഗോപി. സൂര്യ, പുതിയ നടന്മാരാണോ? ആസിഫ് അലി, പൃഥ്വിരാജ്. ഓക്കെ, സിനിമ അഭിനയിച്ചു. ഒറ്റ വാക്ക് നമ്മള് നടന്മാരെ കൊടുക്കുന്നത്. സൗബിൻ. ഒറ്റ വാക്ക്. നെസ്ലിൻ ഒന്നും അല്ലല്ലോ. മീഡിയം എന്ന് പറഞ്ഞു. പഴയതാ. മീഡിയം മീഡിയം. ദിലീപ്, മുകേഷ്, ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ. ആസിഫ് അലിയുടെ ടീമാണോ? അല്ല. ദുൽഖർ സൽമാനാണോ? ദുൽഖർ ദിലീപിന്റെ ജനറേഷൻ ആണോ? ജഗദീഷ്, ജഗതി, മുകേഷ്, ജയറാം, ജയസൂര്യ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്. തീര ഡാൻസറും ജനിച്ചിട്ടില്ല. വിനീത് ശ്രീനിവാസൻ രണ്ടുപേരുണ്ട്. ഞാനും വീണതോളാ ഞാനും റിലീസ് വരുന്നാണോ? പഴയതാ പഠിക്കാണ്ടിരുന്ന് ഭരാന്താണ് കള്ളുടിയാനാ. വെള്ളടി ആര്? വടക്കൻ കുപ്പി കുഞ്ഞിരാമായണ. എന്റെ ഒരു പടം നിങ്ങൾ പറഞ്ഞു ചീത്ത മൂന്ന് വാക്ക്. മലയാളല്ലേ? ആദ്യത്തെ മോഹൻലാൽ, മമ്മൂട്ടി, പുതിയതാണോ? മമ്മൂട്ടി, മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ. ദുൽഖർ മോഹൻലാലുണ്ടാ? ABCD. ദുൽഖർ പട്ടം പോലെ അല്ലല്ലോ. ദുൽ ആകാശം, ആകാശം നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നേക്കാണ്. നമ്മുടെ അവിടുത്തെ കലാപരിപാടികളൊക്കെ നമ്മൾ സമാനമായിട്ട് കുറച്ച് കൊടുന്നു. നമ്മൾ അടുത്ത ഫുഡ് കഴിക്കാൻ അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പിരിയാം. അപ്പോൾ അജാസ്, നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ എന്ത് തോന്നുന്നു എനിക്ക്? അൽഹംദുലില്ലാഹ്, ഞാൻ പ്രതീക്ഷയില്ല ഇത്രയും സർപ്രൈസ് ഞാൻ പ്രതീക്ഷയില്ല. ഓക്കെ, വല്ലാത്തൊരു സർപ്രൈസ് ആയിരുന്നു. ഒരുപാട് താങ്ക്സ്. ഈ ഒരു പരിപാടി തന്നതിലും ഗിഫ്റ്റ് തന്നതിലും സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. സെറ്റാണ്, ഒരുപാട് ഹാപ്പി. ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോകുന്ന പ്രതീക്ഷ കണ്ണൊക്കെ ദിവസം നടന്നായിരുന്നു. ഇതാണ് അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മൾ അതിവിജയകരമായി തന്നെ തീർത്തിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.